കോഴിക്കോട് നൈറ്റ് ലൈഫ് ആസ്വദിക്കണമെങ്കിൽ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വരണം. അങ്ങനെ ഒരുപാട് നാൾ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലെത്തി കടൽക്കാറ്റും കൊണ്ട് കഥ പറഞ്ഞിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത്. കടയെന്നും പറയാൻ പറ്റില്ല കേട്ടോ, കുറെ ടോയ്സ് അവിടെ തന്നെ നിരത്തി വെച്ചേക്കുമായിരുന്നു. എല്ലാവരും ഓരോരോ ഐറ്റംസ് ഒക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അമിതേട്ടന്റെ കയ്യിരിക്കുന്ന ആ ഒരു ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നായിരുന്നു മുതുവിനൊരു കുഞ്ഞു കുട്ടീനെ കിട്ടിയത്. ലാമയ്ക്ക് അറിയാവുന്ന ഒരു ഫാമിലിനെ കണ്ടതായിരുന്നു. അപ്പൊ അവരുടെ കുട്ടിയായിരുന്നു. കുട്ടിയായിട്ട് കുറെ നേരം കളിച്ചിരിച്ചൊക്കെ ഇരുന്നു. ഹെയർ കട്ടിനെ പറ്റിയുള്ള ഗാഢമായ ചർച്ചയിലായിരുന്നു ഞാനും ചേച്ചി. പെട്ടെന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എല്ലാവരും കൂടി ഒരു വണ്ടിക്ക് ചുറ്റും കൂടി നിൽക്കുന്നു. എന്ത് ചെയ്യാനാന്ന് എല്ലാവരും വായനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായി. സത്യം പറഞ്ഞ് ഞാൻ അടക്കമുള്ള ഒരു ഫോൺ യൂസേജ് കുറയ്ക്കാനാണ് ബുക്ക് വായിച്ചു തുടങ്ങിയത്. പിന്നെ അതിൽ ചെറുതായിട്ടൊന്ന് അഡിക്റ്റ് ആയിപ്പോയി. എല്ലാവരും തന്നെ ബുക്സ് ഒക്കെ വാങ്ങിയെങ്കിലും കയ്യിലുള്ള വായിച്ച് തീർക്കട്ടെ എന്ന് ഞാനൊന്നും വാങ്ങിയില്ല. എന്നീ ലൈറ്റ് കാണുന്ന ഐറ്റംസ് കണ്ടാലും വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരും. പിന്നെ ഞങ്ങൾ നടന്നു പോയപ്പോഴാണ് കുറെ പേര് പാട്ട് പാടുന്നത് കണ്ടത്. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കോഴിക്കോട് ബീച്ച് അങ്ങനെ ഉറങ്ങാറില്ലെന്ന്. ഇത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഏത് പാതിരാത്രിയാണെങ്കിലും ഈ ബീച്ചിൽ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് വരാം. അത്രയും സേഫ് ആയിരിക്കും. ഇതൊന്നും കൂടാണ്ട് ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ അവിടെ നടക്കാറുണ്ട്. എന്താണെന്ന് അറിയില്ല, അവിടെ കുറച്ചു നേരം നിൽക്കുമ്പോഴേ നമ്മൾ ഫുള്ള് ഹാപ്പി ആകും. അങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഞങ്ങൾ നേരെ നൈറ്റിലേക്ക് വിടുവാണ്. ഇതുപോലെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാ നിങ്ങളെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.